ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ വെറുമൊരു ബ്രാൻഡ് നെയിം മാത്രമല്ല, വിവാദങ്ങളിൽ നിറയുന്ന ഒരു ബ്രാൻഡ് നെയിം കൂടിയാണ് ഈ ബോച്ചെ എന്ന് പറയുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലും വിവാദപുരുഷൻ തന്നെയാണ് ഇദ്ദേഹം. വാവിട്ട നാക്കും എന്തും പറയാൻ സാധിക്കുന്ന ആഭാസകരമായ പണക്കാരന്റെ ഹുങ്കും അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാതെ വയ്യ. പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഈ ഭാഷയും അദ്ദേഹത്തിന്റെ നാക്കും പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള വിഷയങ്ങളാണ്. പുട്ടിന് പീര പോലെ ഇടയ്ക്കൊക്കെ അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുഴുകാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം പബ്ലിസിറ്റി സ്റ്റണ്ടായി മാത്രമാണ് ഒരു ജനം വിഭാഗങ്ങൾ കരുതുന്നത്. നെയ്യാറ്റിൻകരയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് മാതാവും പിതാവും തീ കൊളുത്തി മരിച്ച കുട്ടികൾ കേരളത്തിന് തന്നെ തീരാത്ത വേദനയായിരുന്നു. അന്ന് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആ സ്ഥലം ആ കുട്ടികൾക്ക് വാങ്ങി നൽകും എന്നായിരുന്നു. വാങ്ങി നൽകുക മാത്രമല്ല, അവിടെ വീട് വെച്ചു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിവാദത്തിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടുകളായിട്ടാണ് ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ മക്കൾ പറയുന്നത്. അവരുടെ ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖമാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖം മൂടിയെ വീണ്ടും പിച്ചു ചിന്തുന്ന പോലെയായിരിക്കുന്നത്. ഈ കുട്ടികളെപ്പറ്റി വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഇതിനു മുൻപ് ഈ വിഷയവുമായി മുൻപ് പറഞ്ഞത് കേസ് തീർത്ത ശേഷം എല്ലാ കേസിന്റെ നൂലാവാലകളും തീർത്ത് 3 മുതൽ 1 വർഷത്തിനുള്ളിൽ വീട് വെച്ച് നൽകാമെന്നാണ്. പക്ഷെ 1 വർഷം കാത്തിരുന്നിട്ടും കുട്ടികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയൊരു സഹായം ഉണ്ടായില്ല. മാത്രമല്ല, ഇളയ കുട്ടി ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ പോലും ഇദ്ദേഹം ഫോൺ എടുക്കുക പോലും ചെയ്തില്ല എന്ന് ഈ കുട്ടികൾ പറയുന്നു. ഇനിയെങ്കിലും തങ്ങളെ വെറുതെ വിടണം എന്നാണ് ആ കുട്ടികൾ അപേക്ഷയോടെ പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തരുത് എന്നാണ് അവരുടെ അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നന്മ പ്രവർത്തികൾ ചെയ്ത് ലോകത്തിന് മാതൃകയാവുന്ന ബോച്ചെ ഇനിയും അങ്ങനെ തുടരൂ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടല്ലേ എന്ന ഒരു അപേക്ഷാസ്വരം നമുക്കതിൽ കാണാം. വാവിട്ട വാക്കുകൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും എന്നും വിവാദത്തിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളോടുള്ള ഈ സമീപനം കൊണ്ടും വീണ്ടും വിവാദത്തിൽ ആയിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇനിയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും അവരെ ദ്രോഹിക്കരുതെന്നുമുള്ള ഈ അഭ്യർത്ഥന കൈക്കൊള്ളുമെന്നാണ് ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പൊതുജനവും പ്രതീക്ഷിക്കുന്നത്.